ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ മഹാപ്രദോഷമാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വിശേഷമുണ്ട്. അതാണ് വരാഹ ദ്വാദശി. വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് നാളത്തെ ദിവസം വരാഹ ദ്വാദശിയായിട്ടാണ് ആചരിക്കുന്നത്. ഭഗവാന്റെ അവതാരമാണ് വരാഹമൂർത്തി. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ചാനലിൽ നമ്മൾ ദശാവതാരങ്ങളുടെ കഥ പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ വരാഹമൂർത്തിയുടെ ആ അവതാര കഥ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാനത് പിൻ ചെയ്തിടാം. നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർ അത് പോയെന്ന് കേൾക്കണം. എന്തിനാണ് ഭഗവാൻ വരാഹ രൂപത്തിൽ അവതരിച്ചത് എന്ന്. നാളത്തെ ദിവസം ആ കഥയൊക്കെ കേട്ട് വരാഹ രൂപത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. നാളെ നമുക്ക് രാവിലെ പാരണം വീടുമ്പോഴും വൈകുന്നേരം നമ്മൾ പ്രദോഷമായതുകൊണ്ട് തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പം ഭഗവാന്റെ വരാഹ രൂപത്തെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഓരോ ദിവസത്തെ പ്രത്യേകത അനുസരിച്ചിട്ട് ഭഗവാനെ ഓരോ രൂപത്തിൽ പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ദിവസങ്ങളിലെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പം നാളെ ഭഗവാന്റെ നടരാജ രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ നാളെ നമ്മൾ ഭഗവാനെ ശ്രീഹരി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടുന്ന ഭഗവാന്റെ രൂപമെന്ന് പറയുന്നത് ഭഗവാന്റെ വരാഹ രൂപമാണ്. വരാഹ ക്ഷേത്രമൊക്കെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് സന്ദർശിക്കാം, വരാഹ ക്ഷേത്രത്തിൽ പോകാം, പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തമായ ലക്ഷ്മി വരാഹ മൂർത്തി ക്ഷേത്രമുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ, മറ്റ് ജില്ലയിലുള്ള ആളുകൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ സാധാരണ എല്ലാവരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അങ്ങ് പോകും, അല്ലെങ്കിൽ ആറ്റുകാല് പോകും. ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്, തൊട്ട് തെക്ക് വശത്ത് തന്നെയാണ് ലക്ഷ്മി വരാഹമൂർത്തി. ഒരു നടയ്ക്കകത്ത് ഭഗവാനും മഹാലക്ഷ്മിയും കൂടിയിരിക്കുന്ന ശ്രീകോവിലിനകത്ത് ഇവർ രണ്ടുപേരും കൂടിയാണ് ഇരിക്കുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. വലിയൊരു ക്ഷേത്രക്കുളമൊക്കെ ഉണ്ട്. ഏകദേശം 6 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ക്ഷേത്രക്കുളമാണ്. വലിയ ക്ഷേത്രക്കുളമാണ്. ആലോചിച്ച് നോക്കുക, നഗരമധ്യത്തിൽ ഇത്രയും വലിയ ക്ഷേത്രക്കുളം ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. വളരെ പഴയ ക്ഷേത്രമാണ്. ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ളവരൊക്കെ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളത്താമരയും ഭഗവാന്, ദേവിക്ക് വെള്ളത്താമരയും ഭഗവാന് തുളസിമാലയും, അതങ്ങനെ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കത് മേടിച്ച് സമർപ്പിക്കാം. അതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് എന്ത് തന്നാലും അതൊരിക്കലും പിന്നീട് അത് ഭഗവാന് ദേഷ്യം വന്നാലും അദ്ദേഹം അത് തിരിച്ചെടുക്കില്ല. തന്നത് തന്നതാണ്. അത്രത്തോളം ദയാലുവാണ് ഭഗവാൻ. അങ്ങനെയാണ് ഭഗവാനെ പറ്റി പറയുന്നത്. നമുക്ക് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അതായത് നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം മേടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ള വീടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും, അതായത് നമ്മളുടെ വസ്തു സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യ ഉണ്ടാകുന്നതിന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക്, ഇപ്പം ജോലി അന്വേഷിച്ച് നടക്കുന്ന കുട്ടികൾക്ക് അതിന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഉയർന്ന വിജയം കരസ്ഥമാക്കുന്നതിന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും. അതായത് സാമ്പത്തികപരമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നേടുന്നതിന് ലക്ഷ്മി വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ നിങ്ങൾ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നാളത്തെ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വരാഹരൂപായ നമ എന്ന് 108 തവണ ജപിക്കുന്നത് വളരെ വളരെ നല്ലതാണ്.
ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഭഗവാനെ ഈ രീതിയിൽ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. നമുക്കുള്ള നമ്മുടെ ഈ സമ്പത്ത്, ഭഗവാൻ തന്ന സമ്പത്തുകളെല്ലാം നഷ്ടപ്പെടാതെ സുരക്ഷിതമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ഈ നാമം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഓം നമോ ഭഗവതേ വരാഹ രൂപായ നമ എന്ന് 108 തവണ നമുക്ക് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അപ്പം നാളത്തെ ദിവസം അങ്ങനെ 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന് വരാഹദ്വാദശിയും മറ്റേത് മഹാപ്രദോഷവും. നമുക്കറിയാം കൂർമ്മദ്വാദശിക്കാണ് നമ്മുടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്തിയത്. അതുപോലെ ഇത് വരാഹ ദ്വാദശി. അപ്പോൾ കഥ കേട്ടിട്ടില്ലാത്തവരെല്ലാവരും ആ കഥ കേൾക്കണം. കാരണം അത് വളരെ പ്രത്യേകതയുള്ള ഒരു കഥയാണ്. ഭഗവാന്റെ വരാഹ രൂപത്തിൽ ഭഗവാൻ അവതരിച്ച ആ കഥയെന്ന് പറയുന്നത്. അതിനകത്ത് വിജയന്മാരുടെ ആ ശാപമോക്ഷം, അവർക്ക് ആ ശാപത്തിലാണ് അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ടൊക്കെ ജനിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കേൾക്കുക, ഭഗവാനെ അറിയുക, പ്രാർത്ഥിക്കുക. നാളെ വൈകുന്നേരം സന്ധ്യയ്ക്ക് തീർച്ചയായിട്ടും മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അക്കൂട്ടത്തിൽ നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ ശ്രീഹരി വിഷ്ണുവിനെ ഉൾപ്പെടുത്തുമ്പോൾ അവിടെ നമ്മൾ ഭഗവാന്റെ വരാഹ രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇക്കാര്യമാണ് പറയാനുള്ളത്. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക. എല്ലാവരും ഇടുന്ന കമൻറ്റുകൾക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. തുടർന്നും എല്ലാവരും പ്രാർത്ഥിക്കണം, പരമാവധി സമയം ജപിക്കണം. അത് മാത്രമാണ് എപ്പോഴും എനിക്ക് പറയാനുള്ളത്. കഥകളൊക്കെ കേൾക്കുക. കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ ഏകാദശിയൊക്കെ ആയതുകൊണ്ടാണ്. ഇനിയും വളരെ പ്രത്യേകതയുള്ള ദിവസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളെല്ലാം ഓർത്ത് വെച്ച് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ഭൂമിദേവിക്ക് ഒരു വലിയ ദുരന്തം വന്നു. ആ ദുരന്തത്തിൽ നിന്നും താഴ്ന്നു പോയി ദേവി. ആ താഴ്ചയിൽ നിന്നും ദേവിയെ ഉയർത്തിക്കൊണ്ട് തൽസ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ച ദേവനാണ് വരാഹദേവൻ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഭഗവാൻ നമ്മളെ ഉയർത്തി കൊണ്ടുവരും. അതാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് നാളത്തെ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ വരാഹരൂപം ഓർത്ത് ഓം നമോ ഭഗവതേ വരാഹരൂപായ നമ എന്ന് 108 തവണ നമുക്ക് ജപിക്കാം. അതിൽ കൂടുതൽ ജപിക്കാം, 1008 തവണ ജപിക്കാം, 21 തവണ ജപിക്കാം, 7 തവണ ജപിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. എത്രത്തോളം ജപിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ജപിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പോൾ സത്യയുഗത്തിൽ 3ാമത്തെ അവതാരമായിട്ടാണ് ഭഗവാൻ വരാഹരൂപത്തിൽ അവതരിച്ചത്. കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കുക. ഭഗവാന്റെ പ്രാർത്ഥനയാണ് കലിയുഗത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാരണം എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ജപിക്കുക. എത്ര സമയം ജപിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും സമയം ജപിക്കുക. ഹരേ കൃഷ്ണ.